ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല സിമ്പിളായിട്ടും ഈസി ആയിട്ടും തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നോമ്പ് തുറക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈവനിങ്ങിന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഒരു ചിക്കൻ മന്തി വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇപ്പോൾ 1 കിലോ മന്തി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് 4 കപ്പളവ് നോക്കുകയാണെങ്കിൽ 4 കപ്പാണ് കേട്ടോ എടുക്കുന്നത്. 1 കിലോ എന്ന് പറയുമ്പോൾ 250യുടെ 4 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ അരി കുതിർന്ന് വരുന്ന നേരം കൊണ്ട് നമുക്ക് മന്തി മസാല തയ്യാറാക്കാവേ. അപ്പോൾ അതിനായിട്ട് ഗ്രൈൻഡറിലേക്ക് 2 പീസ് ഇഞ്ചി, ഒരു മീഡിയം സൈസ് പീസ് ഇഞ്ചി, ഒരു 4 മുതൽ 6 വരെ വെളുത്തുള്ളി, 1 സ്പൂൺ ചെറുനാരങ്ങ നീര്, അതുപോലെ തന്നെ 2 സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമുക്ക് ഒരു ചെറിയ സ്പൂൺ ജീരകം ചേർക്കണേ, ജീരകം കൂടി ചേർക്കുക. പിന്നെ അതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി, അല്ലെങ്കിൽ മുഴുവൻ കുരുമുളക് ഉണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മുഴുവനായിട്ടുള്ള കുരുമുളക് 1 സ്പൂണാണ് ചേർത്ത് കൊടുക്കണേ. പിന്നെ 250 ml ആ കപ്പിൽ 1 കപ്പ് ഫുള്ളായിട്ട് എടുക്കണം എന്നില്ല, 3/4 ഭാഗത്തോളം ഓയിൽ, സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം കേട്ടോ. ഓയിൽ നമ്മൾ ഇപ്പോൾ ഇത്ര അധികം ചേർക്കണമെന്ന് വെച്ചാൽ ഇനി വറക്കുമ്പോൾ വേറെ ഓയിലൊന്നും നമ്മൾ ചേർക്കില്ല. ഈ ഒരു ഓയിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് മസാല. ഇനി നമുക്ക് ചിക്കനിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് മിക്സ് ചെയ്യൊന്നും വേണ്ട, കാരണം ഓയിലൊക്കെ കൂടി അരച്ചെടുത്തത് കൊണ്ട് തന്നെ ചിക്കനിൽ നല്ലതുപോലെ പിടിച്ചോളും. അപ്പോൾ ജസ്റ്റ് എല്ലായിടത്തേക്കും ആവണ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മിനിമം 1 hour ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. കാരണം മസാലയൊക്കെ ഒന്ന് ചിക്കൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഒരു 1 hour എങ്കിലും മിനിമം നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കണം മസാല തേച്ചിട്ട്. അപ്പോഴേക്കും മസാല തേച്ച ചിക്കനിലൊന്ന് പിടിക്കണ നേരം കൊണ്ട് തന്നെ നമുക്ക് റൈസ് പകുതി വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ആ മസാല തേച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് വേവിക്കാൻ നോക്കാം. അപ്പം ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം, അതായത് വെള്ളത്തിൻ്റെ അളവ് നോക്കണ്ട, കാരണം നമുക്ക് കോരി മാറ്റണതായതുകൊണ്ട് വെള്ളം അത്യാവശ്യം ഇരുന്നോട്ടെ. ഇനി അതിലേക്ക് 2 മാഗി ക്യൂബ്, അതായത് ഒരു പാക്കറ്റ് മാഗി ക്യൂബ്, അതിൻ്റെ അത് 2 ക്യൂബ് ഉണ്ടാവുമല്ലോ, അത്രയും നമുക്ക് ആവശ്യമുള്ളൂ. അത് ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് മസ്റ്റായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതില്ലെങ്കിൽ എന്ന് വെച്ചാൽ ചിക്കൻ വേവിച്ച സ്റ്റോക്കായാലും ചേർത്ത് കൊടുത്താൽ. ഇനി ഇതിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അതായത് ഒരു 3 പീസ് കരയാമ്പൂവ്, ഒരു 4 പീസ് കാടമം, ഏലക്കായ, പിന്നെ ഒരു 2-3 പീസ് പട്ട, പിന്നെ കുറച്ചും കുരുമുളകും, അതുപോലെ തന്നെ ജീരകവും, പെരുംജീരകമാണ്, ചെറിയ ജീരകമല്ല. ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തിളയ്ക്കണം. വെള്ളം തിളച്ചതിന് ശേഷം മാത്രം അരി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ചപ്പോൾ ഇതാ ഞാനിവിടെ ഇപ്പോൾ ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി കഴുകി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഫുൾ വേവ് ആവരുത്, ഹാഫ് കുക്ക് മാത്രം ആയാൽ മതി. അപ്പോൾ ശ്രദ്ധിക്കുക, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കാരണം മന്തി റൈസ് ആണല്ലോ, ലോങ് റൈസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേകും. പിന്നെ പകുതി വെന്താലും മതി, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കിയിട്ട് പകുതി വേവ് നോക്കണേ. ഇതിപ്പോൾ കണ്ട പെട്ടെന്ന് തന്നെ ഒരു ജസ്റ്റ് 10 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലതുപോലെ ഹാഫ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം, അരിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ ടൈം കൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും ചേർത്തിട്ടില്ല. ആ മസാല ഓയിലും കൂടി മിക്സ് ചെയ്തത് അതുപോലെ തന്നെ ഒന്ന് പരത്തി വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. സ്റ്റവ് ഓൺ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് ക്യൂബ്സായിട്ട് അരിഞ്ഞു വെച്ച 2 സവാള, 2 മീഡിയം ടൈപ്പ് സവാളയും, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം ക്യൂബ്സായിട്ട് അരിഞ്ഞതും കൂടി അതിൻ്റെ മുകളിലേക്കാക്കി ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ചിക്കൻ ഒന്ന് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ മൂടി വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. അതുപോലെ തന്നെ കുക്കാവുകയും വേണം അതേസമയം. അതുകൊണ്ടാണ് നമ്മൾ മൂടി വെച്ച് ചെയ്യണത്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കിയിട്ട് അടി പിടിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം സ്ലോ ഫയറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു 5-10 മിനിറ്റ് നേരം കൂടി അടച്ച് വെച്ചിട്ട് വേണം മറച്ചിടാനായിട്ട്. അപ്പം മന്തിയുടെ ആ ഒരു ടെക്സ്ചർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഒരു അടച്ചു വെച്ച് ഒരു 10 മിനിറ്റും കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് പതിയെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. അടിയിൽ പിടിക്കുന്നില്ല, കാരണം ആവശ്യത്തിന് ഓയിൽ നമ്മൾ ഓൾറെഡി മസാല ചേർത്തപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് ജസ്റ്റ് ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് എന്തെങ്കിലും അടി പിടിക്കാൻ ചാൻസ് ഉണ്ടോയെന്നൊന്ന് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ അത് കണ്ട നല്ലതുപോലെ ഓയിൽ ഇപ്പോഴും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിക്കനിൽ നിന്നും ഓയിൽ ഇറങ്ങിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഇപ്പോൾ തന്നെ പാത്രത്തിലുണ്ട്. ഇനി ഒന്നും എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതൊരു ദമ്മിടണ മോഡലിൽ ചെയ്യണത്. ഒറിജിനൽ മന്തി ഇങ്ങനെയല്ല ചെയ്യുക, പക്ഷെ നമുക്ക് വീട്ടിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റണോണ്ട് അതുകൊണ്ട് തന്നെ
ഈ പാത്രത്തിൽ തന്നെ ആയിരിക്കും നമ്മൾ ഹാഫ് കുക്ക് ആയിട്ടുള്ള അരി ഇട്ട് കൊടുത്തുമായിട്ട് ഫുള്ളായിട്ട് വേവിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അരിയും കൂടി കൊള്ളാൻ പാകത്തിനുള്ള വലിയ പാത്രത്തിൽ വേണം ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ ദമ്മിടുന്ന ടൈമിൽ നമ്മൾ പിന്നെ ചിക്കൻ വേറെ മാറ്റേണ്ടിയൊക്കെ വരും. അപ്പോൾ അത് ആ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടി ഫസ്റ്റേ തന്നെ ചിക്കൻ വറുക്കാൻ വെക്കുമ്പോൾ തന്നെ വലിയൊരു പാത്രത്തിൽ തന്നെ വെക്കാവേ. കണ്ടോ, അപ്പോൾ നല്ലതുപോലെ ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പിന്നെ ഓവറായിട്ട് അങ്ങോട്ട് ഫ്രൈ ആവണ്ട, നമുക്ക് മന്തിക്കൊക്കെ കിട്ടുന്ന പോലൊരു നല്ലൊരു സോഫ്റ്റും അത് ജ്യൂസിയും ഒക്കെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് നല്ലതുപോലെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഫ്രൈ ആയും വന്നിട്ടുണ്ട്. ഓയിലും അധികം തന്നെ ഒന്നും കൂടുതൽ ഓയിലും ഇല്ല, എന്നാൽ കുറവ് ഓയിലില്ല. ഈ ഒരു ഓയിൽ നമുക്ക് വേണം നമ്മുടെ ആ അരിക്കൊക്കെ ഒന്ന് ഒരു ടേസ്റ്റ് കിട്ടാൻ. വേറെ ഗ്രേവി ഒന്നും ഇല്ലല്ലോ ഇതിന്. സോ ആ ഒരു ഫ്ലേവർ കിട്ടാൻ ഇത്രയും ഓയിൽ വേണം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നേരത്തെ ഹാഫ് കുക്കാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരി ചേർത്ത് കൊടുക്കാം. പകുതി വെന്ത അരി ചേർത്ത് കൊടുക്കാം. ഫുള്ളായിട്ട് വേറെ ഇനി മുകളിൽ ദമ്മിട അങ്ങനെ പരിപാടികളൊന്നുമില്ല. നമ്മൾ വേവിച്ച് വെച്ച അരി മൊത്തമായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ലെവലാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഇപ്പോൾ റൈസൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് മുഴുവനോടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടത്. അപ്പം ഞാൻ ആദ്യം ഒന്ന് നിവർത്തിയിട്ടിട്ടാണ് ചെയ്തത്. പിന്നെ എനിക്ക് തോന്നി ഉള്ളിലേക്ക് കുത്തി വെച്ചാലായിരിക്കും ഉള്ളിലെ റൈസിനും കൂടി ഫ്ലേവർ കിട്ടാമെന്ന്. അപ്പം ഞാൻ ഇതുപോലെ എല്ലാ മുളകും ഇതുപോലെ ഉള്ളിലേക്ക് ഒന്ന് താഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം ചാർക്കോളിൻ്റെ ഒരു പീസ് ജസ്റ്റ് ഒന്ന് പുകച്ചിട്ട് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ആ മന്തിയുടെ ആ ഒരു ആ ഒരു ഫ്ലേവർ, ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ചാർക്കോളില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ചിരട്ടയൊക്കെ കത്തിച്ചിട്ട് അതിൻ്റെ ഒരു പീസ് വെച്ച് കൊടുത്താലും മതി. കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പുക വരും. അപ്പോൾ അത് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇനി നമുക്ക് പകുതി വെന്ത ഈ റൈസ് ഒന്ന് സ്ലോ ഫയറിലിട്ടിട്ട് ഫുള്ളായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് മതിയാവും. സ്ലോ ഫയറിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും റൈസ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് കറക്റ്റ് പാകമാണ്. ഇനി വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വേവ് കൂടി ചെയ്യാം. അപ്പോൾ മന്തിയുടെ റൈസ് കണ്ടില്ലേ, നല്ല വിട്ടണം നിൽക്കുക. അപ്പോൾ ഓവറായിട്ട് അങ്ങോട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് മന്തിക്ക് ചിക്കൻ കിട്ടുന്ന പോലെ നമുക്ക് സെർവ് ചെയ്യുമ്പോൾ മുകളിലാണ് ചിക്കൻ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മുകളിലെ റൈസൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ഉള്ളിൽ നമുക്ക് ഇപ്പോൾ മസാലയും റൈസും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ ചിക്കൻ ആദ്യം നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റണം. അപ്പോൾ ഇതിൽ നിന്ന് ചിക്കൻ പീസസ് നമുക്ക് എടുത്ത് മാറ്റാം. അത് സെർവ് ചെയ്യുമ്പോൾ മുകളിൽ വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഗ്രേവിയിൽ നിന്ന് മസാലയുള്ള ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ ചിക്കൻ്റെ പീസസ് മാത്രം എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ പീസസൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഇനി മസാല ഉള്ള ആ ഭാഗം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ റൈസ് കൂടി ഇതിലേക്കിട്ട് അതും അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് അത്യാവശ്യം മസാല വേണമെന്ന്, ഓയിൽ വേണം. നമ്മുടെ എല്ലാ റൈസിലേക്കും മിക്സ് ചെയ്യാൻ പാകത്തിന് ഓയിൽ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ 1 കപ്പ് ഓയിൽ ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ കറക്റ്റ് പാകത്തിന് നമുക്ക് മസാല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ റൈസും ഇട്ട് മിക്സ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അത്രേ ഉള്ളൂ, നമ്മുടെ മന്തി റൈസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കണ അത്രയും എഫേർട്ട് മന്തി റൈസിന് വേണ്ട, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ മൊത്തം റൈസും ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്നുമില്ല, പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല. ഇത് നല്ലപോലെ ഒന്ന് സെർവ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ മന്തി റെസിപ്പിയാണ്. അപ്പോൾ വീട്ടിൽ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ നോമ്പിന് ഒരു വെറൈറ്റി ആയിട്ട് എപ്പോഴും ബിരിയാണി തയ്യാറാക്കുന്നതിന് പകരം ഈ മന്തി റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ഞാൻ ഇനിയും ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം.